അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ബൈ ജമാലിലേക്ക് സ്വാഗതം. അതെൻ്റെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇത് ചെമ്മീനാണ്, ചെമ്മീൻ ബിരിയാണി എന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ശബത്ത് നിർബന്ധമായിട്ട് ഇടണം. ശബത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷിൽ ദില്ല് എന്ന് പറയും, പിന്നെ മലയാളത്തിൽ ചതക്കുപ്പ എന്ന് പറയും, പിന്നെ അറബിയിൽ സ്പിഞ്ച് എന്ന് പറയും, ശബത്ത് എന്ന് പറയും. ഓക്കെ, അതിട്ടാൽ മാത്രമേ ചെമ്മീനും മീനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെള്ളയിപ്പുറത്ത് തിളക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇപ്പോൾ ബിരിയാണിയാണ്. ബിരിയാണി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്കിലാണ് ഇട്ടത്, യൂട്യൂബിലിട്ടില്ല. യൂട്യൂബിലിടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഞാൻ ഇട്ടത് ലൈമൂണല്ല, ലൈമൂണിൻ്റെ പൊടിയാണ്, കറുത്ത ലൈമൂണിൻ്റെ പൊടി. അപ്പോൾ പിന്നെ ഞാൻ പൊടിച്ച എല്ലാ മസാലകളും കുറച്ച് 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 മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. കണ്ട, ഇതാണ് ഈ കുറച്ച് കുറച്ച് മസാല. ഇത് കണ്ട, ഈ കുറച്ച് കുറച്ച് മസാലയുടെ സംഭവം. ഇത് കണ്ട, ഈ കുറച്ച് കുറച്ച് മസാല എന്ന് പറഞ്ഞാൽ എല്ലാം പൊടിക്കണം. നമ്മളെല്ലാം എല്ലാ സംഗതികളും പൊടിക്കുക. പൊടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു കുറേശ്ശെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അതുമാത്രമല്ല, പട്ടയും ഗ്രാമ്പെല്ലാം വെച്ചാൽ പട്ട, ഗ്രാമ്പ്, ഏലക്ക അങ്ങനെ ഇടാൻ പാടില്ല. എല്ലാം പൊടിച്ച് വെക്കുക. വറക്കണ്ടേ വറക്കുക, വറക്കാണ്ടിരിക്കുക. ഇതെന്ത് ചെയ്യുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏലക്ക ഒരു ബിരിയാണി നമ്മൾ നമുക്ക് കടിച്ച് അന്നത്തെ ദിവസം പോയി പോകും. മനസ്സിലായില്ലേ? അപ്പം പരമാവധി എന്ത് ചെയ്യുക, എല്ലാം പൊടിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുക. വീട്ടിൽ തന്നെ പൊടിക്കണം, പൊടിച്ച് വാങ്ങരുത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സംഭവം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചക്കയൊക്കെ കാണിച്ചു തരണ്ട. ചക്ക ഉണ്ടായണ്ട, ഇത് പക്ഷി ഇങ്ങനെ കൊത്തുന്നതിന് ഞാൻ ചക്ക മൂടി വെച്ചാണ്. ഇതാ, ഇത് സിംഗപ്പൂരാണ്. ചക്ക ഉണ്ട്, ഉണ്ടാ, ചക്ക ഉണ്ടാ, ഒന്ന് പഴുത്തുക്കും തോന്നുന്നു കേട്ടാ. പറിക്കാനൊന്ന് ഉണ്ടാ. ഇതൊന്നും ഇമ്മൽ നിന്ന് ഒരു ചക്ക ഉണ്ടാവില്ല. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. കാരണം വെച്ചാൽ നമ്മൾ ചക്കമരം പിലാവിൻ്റെ അടുത്തെല്ലാം നിന്നിങ്ങനെ വർത്താനം പറയണം. വർത്താനം പറയുന്ന റോഡ് സൈഡിലെ പിന്നെ സ്ഥലത്തൊന്നും വേണ്ട. റോഡ് സൈഡിൽ നിറച്ചുണ്ടാവും, ഒരുപാടുണ്ടാവും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അറേബ്യൻ കിച്ചൺ ബൈ ജമാൽ, എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ, അതിൻ്റെ മേലെ വേറൊരു പ്ലാസ്റ്റിക് വെക്കണം കേട്ടോ. ഇത് കട്ട് ചെയ്യുക, എന്നിട്ട് എടുത്തിടുക. ഇത് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണോ, ഇത് കൈയിട്ട് വേലത്ത് വെക്കണം. വേലത്ത് വെച്ചിട്ട് എന്നാൽ അണുക്കളെല്ലാം ചത്തുപോകും. വേലത്ത് നിന്ന് ചാകുന്ന കുറേ അണുക്കളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ എല്ലാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ആരും വരണ്ട. ഫേസ്ബുക്കെല്ലാം ഫുള്ളാണ്, എല്ലാവരും കാണുന്നുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് പറഞ്ഞാൽ ഒരു ദിനപത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും യൂട്യൂബിലേക്ക് വരിക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നല്ല നല്ല കാര്യങ്ങൾ ഞാനിടും ഇൻഷാ അല്ലാഹ്. ഇത് പുതിയ അടുപ്പാണ്, പഴയ അടുപ്പ് ഞാൻ ദാനം ചെയ്തു. അപ്പം ഞാനല്ല ദാനം ചെയ്തത്, മുതലാളി ദാനം ചെയ്തത്. അപ്പോൾ നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്, അവർക്കാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ.